ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹെയർ ആക്സസറീസ് വീട്ടിൽ തന്നെ മേക്ക് ചെയ്യാന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ വെറുതിരിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഒരു ബിസിനസ് മാർഗമൊക്കെ ആയിട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ ഹെയർ ആക്സസറീസിന്റെ ഒരു കിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. അത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ് ടോപ്പ് ഇല്ലേ, നമ്മള് പിള്ളേരൊക്കെ ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ടിക്ടോക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ടിക്ടോക്ക് എങ്ങനെ ഇത് പ്ലെയിൻ ആയിട്ടിരിക്കുന്നതാണ്, ഇത് എങ്ങനെ നമ്മൾ ഭംഗിയാക്കാന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ ഇതില് ഒരു 5-6 സെറ്റോളം ഉണ്ട്. നമുക്ക് ഇതിന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ടിക്ടോക്ക് ഇതുപോലെ പുറത്തെടുക്കണം. പിന്നെ ഇതിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഐറ്റം ആണ് ഗ്ലൂ വരുന്നത്. അപ്പൊ ഗ്ലൂ നമുക്ക് നോക്കാം. ഇതാണ് ഗ്ലൂ വരുന്നത്. നമുക്കിത് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. നല്ല സൂപ്പർ ഗ്ലൂ ആണ് ഇത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഫ്ലവേഴ്സ് അല്ല, ഡിഫറെന്റ് ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യണം നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ടിപ് ടോപ്പ് എടുക്കാം. ഈ ടിപ് ടോപ്പ് എടുത്തതിന് ശേഷം നമുക്ക് പച്ച ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ പച്ച എടുത്തിട്ട് എവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത് അതുപോലെ ഇതാക്കി കൊടുക്കാം. വേണ്ട, എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെക്കണം കേട്ടോ. പച്ച ഇത്തിരി എടുത്തു കഴിഞ്ഞാൽ അടച്ചു വെക്കണം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് വെറുതെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. കണ്ടോ, നല്ല സൂപ്പർ ആയിട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ടിക്ടോക്ക് ആയിട്ട് മാറി. കണ്ടോ, ഇതാണ് ഫസ്റ്റ് വൺ. ടിക്ടോക്ക് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ വീഡിയോ ആണ് ഇത്. കണ്ടോ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഒരു ടിക്ടോക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ടിക്ടോക്ക് എടുത്തു. എന്നിട്ട് ഇതുപോലെ തന്നെ വേറൊരു കളർ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യണത്. അപ്പൊ അത് നമ്മൾ ഗ്ലൂ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതിൽ ആക്കി കൊടുത്താൽ മതി. കണ്ട, ഇതിലേക്ക് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെറ്റിലേക്കും ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു കളർ, ഇപ്പൊ യെല്ലോ കളറിലാണെങ്കിൽ യെല്ലോ കളർ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. കണ്ട, സെക്കൻഡ് ഒരു ടൈപ്പ് വെറൈറ്റി ടൈപ്പ് ആയി. കണ്ട, ഇനി ഇത് കുറച്ചൊരു ഓപ്പൺ ഏരിയയിൽ നമ്മൾ ഡ്രൈ ആവാൻ വെക്കണം കേട്ടോ. നമ്മളിപ്പോ ഇതുപോലത്തെ രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടോ. ഇതുപോലെ പല മോഡൽസില്, അതായത് ഇത് വെക്കാൻ കിട്ടുന്ന കുറെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ടിക്ടോക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ മേക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പൊ ഈ രണ്ട് ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമുക്കിത് ഡ്രൈ ആവാൻ വെക്കട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ചെയ്ത് വെച്ചേക്കുന്ന 6 ടൈപ്പ് ഓഫ് ടിക്ടോക്ക് ആണ് ഈ വരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് മേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൺ മെറ്റീരിയൽ ആണ്. നമ്മൾ പണ്ട് മുതലൊക്കെ കടയിൽ നിന്ന് ബുഷൊക്കെ മേടിക്കാറുണ്ട്. പക്ഷെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് അറിയില്ല. ഞാനും ഇപ്പൊ ഹെയർ ആക്സസറീസ് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ള കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന് തന്നെ അറിഞ്ഞത്. അപ്പൊ ഇതാണ് കേട്ടോ ബൺ മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാക്കാനുള്ള ഇതിന്റെ മെറ്റീരിയൽസ് ആണ് ഇത്. കണ്ടോ, നമുക്കൊരു പാക്കറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബൺ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ ഉണ്ട് കേട്ടോ, കുറെ കളേഴ്സ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഇതിൽ എടുത്തേക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു പിങ്കും പിന്നെ ഈ ഒരു മഞ്ഞ കളറുമാണ്. അപ്പൊ ഈ 3 കളർ വെച്ച് നമുക്ക് ബൺസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പിങ്ക് കളർ നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലത്തെ ഒരു സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നമുക്ക് ആദ്യമൊക്കെ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് അറിയില്ലായിരുന്നു. കണ്ടോ, ഇത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ കണ്ട നമ്മൾ ബുഷ് മേക്ക് ചെയ്യണം. എനിക്ക് സൂപ്പറാന്നൊക്കെ ആർക്കെങ്കിലും അറിയാമായിരുന്നു അത്. കണ്ടോ, അതുപോലെ ഇത് വീണ്ടും നമുക്ക് കട്ട് ചെയ്തിട്ട് വരണമെങ്കിൽ 2 ജോഡിയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വേണമല്ലോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ടാൽ മതി. കണ്ടോ, അതുപോലെ 2 ബുഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക് ഇതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാട്ടോ. ഞാനിപ്പോ ചെറുതാക്കി ചെയ്യണമെന്നേ ഉള്ളൂ. കണ്ടോ, അതുപോലെ വീണ്ടും അങ്ങനെ ഇവിടെ പിങ്ക്, 2 ബ്ലാക്ക്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ഗ്രീൻ കളറിൽ കണ്ടോ. ഫസ്റ്റ് വീണ്ടും
കത്രികൊക്കെ നല്ല മുറിച്ചുള്ളത് വെച്ച് വേണോട്ടോ ചെയ്യാനായിട്ട്. എന്റെ ഈ ഇതിന്റെ ഒരു അടി ഇങ്ങനെ ഇതായിട്ട് കിടക്കണം, അതുകൊണ്ടാണ്. കണ്ടോ സെക്കൻഡ് അങ്ങനെ ദേ നമ്മള് പിങ്ക്, ബ്ലാക്ക്, ഗ്രീൻ ഇത്രയും ബുഷസ് ഉണ്ടാക്കി. പെട്ടെന്ന് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ട്ടോ. കണ്ടോ ഇതുപോലെയാണ് ബുഷ് ക്രിയേറ്റ് ചെയ്യണത്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇത് എന്താണെന്നറിയോ? ഹെയർ അലിഗേറ്റർ ആണ്. ഇതിന്റെ ഈ സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു 6 എണ്ണം ഉണ്ട്. അതിന്റെ മീതിയായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഈ ഒരു ഫാൻസി ഐറ്റംസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ബട്ടർഫ്ലൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു, സ്റ്റോണിന്റെ ബട്ടർഫ്ലൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്തത് ആ ഗ്ലൂ വെച്ച് നന്നായിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബട്ടർഫ്ലൈസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് തന്നെ അത് ഇരുന്നോളൂ കേട്ടോ. പശ വിട്ടു പോകുന്നൊന്നും പേടിക്കണ്ട, കാരണം ഇത് നല്ല അടിപൊളി പശയാണ്. ഇത് നല്ല സൂപ്പർ ആയിട്ട് തന്നെ സ്റ്റിക്ക് ആയിട്ട് ഇരുന്നോളും. അപ്പൊ ഇതുപോലെ ആദ്യം ബ്ലൂ കളർ വെച്ചു, അതിനുശേഷം ഒരു ഗ്രീൻ കളർ പോലെ വെച്ചു. നല്ല ഭംഗിയായിട്ടത് കാണാനായിട്ട്. അങ്ങനെ 2 സെറ്റ് ഇത് തന്നെ സെയിം ഉണ്ടാക്കി. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ ബട്ടർഫ്ലൈസിന്റെ മോഡലില് നമ്മൾ വീണ്ടും ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം. ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല രസമായിട്ട് കാണാനായിട്ട്. ഒരു ഗിൽറ്ററിങ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ റായാണ്. അപ്പൊ നമുക്ക് സാറ്റിൻ റായ് ഉണ്ട്, അതുപോലെ തന്നെ 3 ഗോൾഡൻ റായ് ഉണ്ട്. അപ്പൊ 2 ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഇതൊക്കെ സിമ്പിൾ ആണ്, നമുക്ക് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീരാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതുപോലെ പശയാക്കി കൊടുക്കുക. എന്നിട്ട് റോസ് കളറിലുള്ള ഒരു സാറ്റിന്റെ റിബണിൽ വെച്ചിട്ടുള്ള ഒരു റിങ് റായാണിത്. അപ്പൊ അതിന്റെ മീതെയായിട്ട് നമുക്ക് റോസ് ഫ്ലവർ തന്നെ വെച്ചു കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചു വൈറ്റും റോസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാന്ന്, പക്ഷെ അങ്ങനെ നോക്കുമ്പോ അത് ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഞാൻ റോസ് മാത്രം വെച്ചു കൊടുത്തു, റോസ് കളർ മാത്രം. അങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈപ്പ് ഒരു ഗമ്മാണ് അത്. അപ്പൊ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ചു നേരം ഒന്ന് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്തത് പിങ്ക് കളറിന് ഈ ഒരു റോസ് കളറാണ്. അതൊരു 4 ഫ്ലവർ ഉണ്ടായിരുന്നു. 4 ഫ്ലവർ ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ കുഞ്ഞു പിള്ളേരുടെ ഒക്കെ തലയിൽ ഇതുപോലത്തെ റായിരിക്കുന്നത് നല്ല രസമല്ലേ? നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെക്കിയത്, പക്ഷെ ചെയ്ത് തന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമുക്കിത് ചെയ്യാൻ തോന്നും. സമയമൊക്കെ കുറച്ചു നേരം വെറുതെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആവാനും, അതുപോലെ മെയിൻ പർപ്പസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ആയിട്ടൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് ചെറുതായിട്ടൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മാർഗം തന്നെയാണ് കേട്ടോ. അപ്പൊ അതുപോലെ മെറൂൺ കളർ ഇതുപോലെ തന്നെ സാറ്റിൻ റായ്മ വൈറ്റ് കളർ പൂവാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുത്തത്. അത് ഇതുപോലെ തന്നെ 4 ഫ്ലവർ ആണ് വെച്ചെടുത്തത്. വെറുതെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം വെറുതെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ എന്തായാലും വെക്കണം കേട്ടോ, അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിട്ടേ. എന്നിട്ട് ഇതുപോലെ 4 ഫ്ലവർ വെച്ചെടുക്കാം. അപ്പൊ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇതുപോലെയാണ് കേട്ടോ അതിന്റെ ഒരു ലുക്ക് വരുന്നത്. പിന്നെ ചെറിയൊരു റോസ് ഫ്ലവറും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ സൈഡിൽ ആ ഒരു പശ അത്രയും വരെ നീക്കി വെച്ച കാരണം ഞാനൊരു റോസ് ഫ്ലവർ കൂടി കൊടുത്തു. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ഇത്രയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.